സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. നമസ്കാരം. ഇന്ന് 38-ാമത്തെ ശ്ലോകമാണ്. അനാഹത ചക്രത്തിൽ കുണ്ടലിനി ശക്തി എത്തിച്ചേരുമ്പോൾ ഉപാസകനുണ്ടാകുന്ന അനുഭൂതിയാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള കുണ്ടലിനി ശക്തി ഈ ചക്രത്തിൽ സ്ഥിതി ചെയ്ത് വിശ്രമിക്കുന്ന സമയത്ത് ഉപാസകൻ സകലകലാ വല്ലഭനും ദോഷസ്പർശമില്ലാത്ത ഗുണത്തിൽ നിഷ്ഠയുള്ളവനും ആയിത്തീരുന്നു. ഇവിടെ ശിവശക്തി ഐക്യരൂപമായി പ്രത്യക്ഷപ്പെടുന്ന തത്വത്തെ ഹംസമിഥുനമായി ചിത്രീകരിക്കുന്നു. 2 അരയന്നങ്ങളാണ്. അത് ഒന്ന് പുരുഷൻ, ഒന്ന് സ്ത്രീ, ഒരു പെയറാണതിൽ. അത് ശിവനും ശക്തിയുമായിട്ടാണ് സങ്കല്പം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 36, 37, 38, 39, 40, 41 ഇതും ഈ 6 ശ്ലോകങ്ങൾ ഷഡാധാര ചക്രത്തിൽ കുണ്ടലിനി എത്തുന്ന സമയത്തുള്ള അനുഭവങ്ങളാണ്. അത് ശങ്കരാചാര്യരുടെ അനുഭവങ്ങൾ ആചാര്യസ്വാമികൾ അത് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഈ അനുഭവം ഒരു ഉപാസകന് ഉണ്ടാവണമെന്നില്ല. അത് വേറൊരു തരത്തിലായിരിക്കും അവന്റെ അനുഭവം. ഇവിടെ ഈ 2 ദേവതമാരെ ആനന്ദഭൈരവൻ, ആനന്ദഭൈരവി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഹംസേശ്വരൻ, ഹംസേശ്വരി സങ്കല്പത്തിലാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഹംസേശ്വരൻ, ഹംസേശ്വരി. സമുന്മീലത് സംവിത് കമല മകരന്ദ ഐകരസികം ഭജേ ഹംസദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യഥാലാപാത് അഷ്ടാദശഗുണിത വിദ്യാപരിണതി യഥാദത്തേ ദോഷാത് ഗുണമഖിലമഭ്യപയൈവ. സമുന്മീലത് സംവിത് കമല മകരന്ദ ഐകരസികം ഭജേ ഹംസദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യഥാലാപാത് അഷ്ടാദശഗുണിത വിദ്യാപരിണതി യഥാദത്തേ ദോഷാത് ഗുണമഖിലമഭ്യപയൈവ. സമുന്മീലത് സംവിത് കമല മകരന്ദ ഐകരസികം ഭജേ ഹംസദ്വന്ദ്വം കിമപി മഹതാം മാനസചരം യഥാലാപാത് അഷ്ടാദശഗുണിത വിദ്യാപരിണതി യത് ആദത്തേ ദോഷാത് ഗുണം അഖിലം അഭ്യഃ പയ ഇവ. യത് ആലാപാത് യഥാലാപാത്. ആലാപാത് അഷ്ടാദശ, ആലാപാത് അഷ്ടാദശ. യത് ആദത്തെ യഥാദത്തെ. ഗുണം അഖിലം ഗുണമഖിലം. അന്യം നോക്കാം. അല്ലയോ ദേവി, അമ്മേ, സമുന്മീലത് സംവിത് കമല മകരന്ദ ഐകരസികം മഹതാം മാനസചരം കിമപി ഹംസദ്വന്ദ്വം ഭജേതേ യത് ആലാപാത് അഷ്ടാദശ ഗുണിത വിദ്യാപരിണതി യത് അഭ്യഃ പയൈവ ഗുണം അഖിലം ദോഷാത് ആദത്തേ. സമുന്മീലത് സംവിത് കമല മകരന്ദ ഐകരസികം. സമുന്മീലത് സംവിത് കമല മകരന്ദ ഐകരസികം മഹതാം മാനസചരം കിമപി ഹംസദ്വന്ദ്വം ഭജേഹേ. യത് ആലാപാത് അഷ്ടാദശ ഗുണിത വിദ്യാപരിണതി. യത് ആലാപാത് അഷ്ടാദശ ഗുണിത വിദ്യാപരിണതി യത് അഭ്യഃ പയ ഇവ ഗുണം അഖിലം ദോഷാത് ആദത്തെ. സമുന്മീലത് സംവിത് കമല മകരന്ദ ഐകരസികം മഹതാം മാനസചരം കിമപി ഹംസദ്വന്ദ്വം ഭജേഹേ.
യത് ആലാപാത് അഷ്ടാദശ ഗുണിത വിദ്യാപരിണതി യത് അഭ്യഃ പയ ഇവ ഗുണമഖിലം ദോഷാത് ആദത്തെ സമുന്മീലത് സംവിത് കമല മകരന്ത ഇകരസികം. സമുന്മീലത് സമ്യക്കാകുന്നവണ്ണം, ഉന്മീലത്ത് വികസിച്ച, നല്ലവണ്ണം വികസിച്ച, സംവിത് കമല മകരന്ത ഇകരസികം സംവിത്താകുന്ന ജ്ഞാനമാകുന്ന കമല മകരന്തം താമരപ്പൂവിലെ തേനിൽ, ആ പൂന്തേനിൽ കമല മകരന്ത ഏകരസികം അതിൽ മാത്രം രസിക്കുന്ന, ജ്ഞാനമാകുന്ന താമരപ്പൂവിലെ തേൻ കുടിച്ചുകൊണ്ട് രസിക്കുന്ന എന്നർത്ഥം. സംവിത്ത് ജ്ഞാനമാണ്. ഇവിടെ അനാഹത ചക്രത്തിലെ കാര്യമാണ് പറയുന്നത്. സംവിത് കമലം അനാഹത പത്മം, മകരന്തം തേൻ, ആ തേൻ മാത്രം കുടിച്ചുകൊണ്ട് രസിക്കുന്നു. അങ്ങനെയുള്ള മഹാന്മാരുടെ മഹതാം മാനസചരം, മനസ്സാകുന്ന മാനസ സരസിൽ സഞ്ചരിക്കുന്ന, മാനസ സരസ് എന്ന് പറയുന്ന ഒരു സരസ് കൈലാസ പർവ്വതത്തിലുണ്ട്. അത് ഇവിടെ മനസ്സായിട്ട് സങ്കല്പിക്കുന്നു. മഹാന്മാരുടെ മനസ്സാകുന്ന മാനസ സരസിൽ കിമപി ഹംസദ്വന്ദ്വം ഭജേഹേ. കിമപി എന്താണ് എന്ന് പറഞ്ഞാൽ ഏതോ ഒന്ന്, വിവരിച്ചു പറയാൻ പറ്റാത്തതായ ഹംസദ്വന്ദ്വം. ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ രണ്ട് അരയന്നങ്ങളെ ഭജിക്കുന്നു. ആ അരയന്നങ്ങളെ മനസ്സിൽ ധ്യാനിക്കുന്നു എന്നർത്ഥം. യത് ആലാപാത്, ഏതൊരു ഹംസമിഥുനത്തിന്റെ ആലാപത്തിൽ നിന്നും, ഹംസമിഥുനങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാക്കാറുണ്ട്, കളകള ശബ്ദം അവരുണ്ടാക്കും. ആ ശബ്ദത്തിൽ നിന്നും അഷ്ടാദശ ഗുണിത വിദ്യാ പരിണതി യത് 18 വിദ്യകളുടെയും പരിണാമം ഉണ്ടാകുന്നുവോ. യത് യാതൊരു ഹംസമിഥുനം അഭ്യഃ പയ ഇവ ഗുണം അഖിലം ദോഷാത് ആദത്തെ. ആ ഹംസമിഥുനങ്ങളുടെ ശബ്ദത്തിൽ നിന്നും ഉപാസകന് എല്ലാ വിദ്യകളും സ്വായത്തമാക്കാൻ സാധ്യമാകുന്നു. ഇതാണ് പറയുന്നത്. ഒരു ശബ്ദം കേട്ടാൽ വിദ്യ മുഴുവനും കിട്ടും. അഷ്ടാദശ ഗുണിത വിദ്യാപരിണതി, ഹംസത്തിന്റെ ആലാപനം, ആ ശബ്ദത്തിൽ നിന്നും അത് കേൾക്കുന്ന സമയത്ത് 18 വിദ്യകളുടെയും പരിണാമം ഉണ്ടാകുന്നുവോ. ആ ഹംസമിഥുനം വെള്ളത്തിൽ നിന്നും പാൽ എന്ന പോലെ, ഹംസത്തിന് ഒരു കഴിവുണ്ട്. നമ്മൾ പാലും വെള്ളവും കൂട്ടി മിക്സ് ചെയ്ത് പാലും വെള്ളമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹംസങ്ങൾ പാല് മാത്രം കുടിക്കും, വെള്ളം അവിടെ ബാക്കി അവശേഷിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കഴിവ് ഹംസത്തിനുണ്ടെന്നാണ് പറയുന്നത്. അഭ്യഃ പയൈവ, വെള്ളത്തിൽ നിന്നും പാൽ സ്വീകരിക്കുന്നത് പോലെ ഗുണം അഖിലം ദോഷാത് ആദാനം ചെയ്യുന്നു. ദോഷത്തിൽ നിന്നും, ഗുണവും ദോഷവും, ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ആ ദോഷത്തെ മാറ്റി ഗുണം മാത്രം സ്വീകരിക്കുന്നു സാധകൻ. അതെങ്ങനെയാണ്? ഹംസം പാലിൽ നിന്നും പാലും വെള്ളവും കൂട്ടിച്ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മിശ്രിതത്തിൽ നിന്നും പാല് മാത്രം സ്വീകരിച്ച് ബാക്കി ഉപേക്ഷിക്കുന്നു. അതുപോലെ സാധകൻ ഗുണദോഷ മിശ്രമായ കാര്യങ്ങളെ, ഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് ദോഷത്തെ ഉപേക്ഷിക്കുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. അല്ലയോ അമ്മേ, വികസ്വരമായ സംവിത് കമലത്തിന്റെ തേനിൽ രസിക്കുന്നവയും മഹാന്മാരുടെ ഹൃദയമാകുന്ന മാനസ സരസിൽ സഞ്ചരിക്കുന്ന ശീലമുള്ളവയും ഇത് ഇന്ന വിധത്തിലാണ് എന്ന് വിവരിച്ചു പറയാനാകാത്തവയുമായ ഹംസദ്വന്ദ്വത്തെ ഞാൻ ഭജിക്കുന്നു. ഹംസദ്വന്ദ്വത്തെ ഞാൻ ഭജിക്കുന്നു. ആ ഹംസമിഥുനത്തിന്റെ ആലാപനം എന്ന് പറഞ്ഞാൽ ശബ്ദം അഷ്ടാദശ വിദ്യാസ്വരൂപമായി പരിണമിച്ചിരിക്കുന്നു. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് എല്ലാ വിദ്യകളും പഠിക്കാൻ പറ്റുന്നു എന്നർത്ഥം. ആ ഹംസമിഥുനം ജലത്തിൽ നിന്നും പാലിനെ സ്വീകരിക്കുന്നത് പോലെ ദോഷത്തിൽ നിന്നും എല്ലാ ഗുണത്തെയും വേർതിരിച്ച് ആദാനം ചെയ്യുന്നു. അനാഹത തത്വം വായു തത്വാത്മകമാണ്. ഇവിടെ ശിവശക്തി ഐക്യരൂപമായി പ്രത്യക്ഷമാകുന്ന തത്വത്തെ ഹംസമിഥുനമായി ചിത്രീകരിക്കുന്നു. ശിവനും ശക്തിയും കൂടി ഒരുമിച്ചുള്ള ആ ഐക്യത്തെ ഇവിടെ 2 ഹംസങ്ങളാണ്. അതിൽ ഒരു ഹംസം പുരുഷനും മറ്റത് സ്ത്രീയും, അങ്ങനെ ഇണയാണ് അവർ. അത് ശിവശക്തിമാരാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
അനാഹത ചക്രത്തെ സംവിത് കമലം എന്ന് പറയുന്നു. ഇത് ജ്ഞാനത്തിന്റെ ഇരിപ്പിടമാണ്. കുണ്ടലിനി ശക്തി അനാഹതത്തിൽ എത്തുമ്പോൾ സംവിത് കമലം പൂർണ്ണമായി വികസിക്കുന്നു. ആ കമലത്തിലെ തേൻ ആസ്വദിക്കുന്നതിൽ മാത്രം രസിക്കുന്ന ഹംസമിഥുനമായി ശിവശക്തികളെ ഇവിടെ വിവരിക്കുന്നു. സാധാരണയായി സൂര്യപ്രകാശം വരുമ്പോൾ താമര വിരിയുന്നു. ഇവിടെ പ്രകാശം കൊണ്ടാണ് സംവിത് കമലം വിരിയുന്നത്. അരയന്നങ്ങള് വിടർന്ന താമരപ്പൂവിലെ തേൻ ആസ്വദിക്കുന്നതിൽ രസിക്കുന്നത് പോലെ ഉപാസകന്റെ ജ്ഞാനപൂർണമായ ഹൃദയം പ്രപഞ്ച പിതാക്കളായ ശിവശക്തികളെ ആനന്ദിപ്പിക്കുന്നു. ആ ഹംസമിഥുനത്തിന്റെ ആലാപനം അഥവാ കളകള ശബ്ദമാണ് മനുഷ്യൻ അറിയേണ്ട അഷ്ടാദശ ഗുണിത വിദ്യകളായി പരിണമിച്ചത്. 18 വിദ്യകള്, 4 വേദങ്ങള്, ഋക്ക്, യജുസ്, സാമം, അഥർവം. പിന്നെ വേദാംഗങ്ങള് ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ന്യായശാസ്ത്രം, പുരാണം, കർമ്മശാസ്ത്രം, ആയുർവേദം, ധനുർവേദം, നീതിശാസ്ത്രം. ഇതാണ് 18 വിദ്യകൾ. ഒന്നുകൂടി പറയാം. 4 വേദങ്ങൾ, ഋക്ക്, യജുസ്, സാമം, അഥർവം. 6 വേദാംഗങ്ങൾ, ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ന്യായശാസ്ത്രം, പുരാണങ്ങൾ, ധർമ്മശാസ്ത്രം, ആയുർവേദം, ധനുർവേദം, നീതിശാസ്ത്രം. ഈ 18 വിദ്യകൾ എന്നത് ഹംസമിഥുനത്തിന്റെ കളകള ശബ്ദമായി ചിത്രീകരിച്ചിരിക്കുന്നു. സാധകൻ അവന്റെ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി അത് അനാഹത പത്മത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവൻ അറിയാതെ തന്നെ അവൻ പഠിക്കേണ്ടതായ 18 വിദ്യകൾ വായിക്കാതെയും പഠിക്കാതെയും ഉച്ചരിക്കാതെയും അവന് സ്വായത്തമാകുന്നു. ഒരു സ്കൂളുകളിലും പോകാതെ എല്ലാ ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം സ്വായത്തമാകുന്നു. പഠിക്കാതെ, ഉച്ചരിക്കാതെ, എഴുതി പഠിക്കാതെ, പേപ്പർ വേണ്ട, പേന വേണ്ട, മൊബൈൽ വേണ്ട, കമ്പ്യൂട്ടർ വേണ്ട, ഒന്നും ഇല്ലാതെ ഇവൻ ഇങ്ങനെ കുണ്ടലിനി ശക്തിയെ അനാഹത പത്മത്തിൽ വിശ്രമിപ്പിക്കുന്ന സമയത്ത് ഇതെല്ലാം ഇവന് സ്വായത്തമാകുന്നു എന്നാണ് അർത്ഥം. അതെങ്ങനെയാണത് സാധിക്കാൻ പറ്റുന്നത്? ശിവൻ ശക്തിയുമായ 2 ഹംസങ്ങൾ ഉപാസകന്റെ ഹൃദയമാകുന്ന മാനസ സരസിൽ കളകള ശബ്ദം മധുരമായി ആലപിച്ചുകൊണ്ട് നീന്തിക്കളിക്കുമ്പോൾ ശിവനും ശക്തിയുമാണ് ഹംസമിഥുനങ്ങൾ. ഓർമ്മ വേണം. അതും പ്രത്യേകം ശ്രദ്ധിക്കുക, അവന്റെ ജ്ഞാനപ്രകാശം കൊണ്ട് വിടർന്ന സംവിത് കമലത്തിലെ തേൻ ആസ്വദിച്ചുകൊണ്ട്. ശിവശക്തിമാരുടെ കമലമല്ല, ഉപാസകന്റെ കമലത്തിലെ തേൻ ആസ്വദിക്കുന്നത് ശിവനും ശക്തിയുമായിരിക്കുന്ന അരയന്നങ്ങളാകുന്ന 2 പേര് ഉപാസകന്റെ സംവിത് കമലത്തിൽ വിരിയുന്ന കമലത്തിലെ തേനാണ്. അതാണ് ഓർമ്മ വെക്കേണ്ടത്. ആ സമയത്ത് അത്ഭുതം സംഭവിക്കുന്നു. ഉപാധികളുടെ സഹായമില്ലാതെ ശുദ്ധജ്ഞാനം പ്രകാശിക്കുന്നു. യാതൊരു ഉപാധിയും വേണ്ട, പറഞ്ഞു കൊടുക്കേണ്ട, എഴുതി പഠിക്കേണ്ട, ഒന്നും ചെയ്യാതെ. എഴുതി പഠിക്കണമെങ്കിൽ പേനയും പേപ്പറും വേണം. ഇങ്ങനെയുള്ള ഉപാധികൾ ഒന്നുമില്ലാതെ എല്ലാ വിദ്യകളും സ്വായത്തമാകുന്നു. മഹതാം മാനസചരം എന്ന പ്രയോഗത്തിൽ മാനസ എന്ന പദത്തിന് 2 അർത്ഥമാണുള്ളത്. ഒന്ന് മനസ്സ്, ഭക്തന്റെ അല്ലെങ്കിൽ ഉപാസകന്റെ മനസ്സ്. 2 മാനസ സരസ്. ഹിമാലയത്തിലുള്ള ഒരു തടാകമാണ് മാനസ സരസ്. അവിടെ അരയന്നങ്ങൾ വസിക്കുന്നു, വിഹരിക്കുന്നു. അതുപോലെ ഉപാസകന്റെ മനസ്സിൽ ശിവശക്തികൾ വിഹരിക്കുന്നു. ഉപാസകനെ കുറിക്കുവാനാണ് മഹതാം എന്ന പദപ്രയോഗം. എല്ലാ അറിവും ലഭിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഉപാസകൻ പിന്നെ സാധാരണ വ്യക്തിയല്ല, മഹാനായി മാറുന്നു. മഹാന്മാർക്ക് മാത്രമേ ഈ അവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അരയന്നങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവുള്ളതായി പറയുന്നു. പാലും വെള്ളവും കലർത്തി വെച്ചു കൊടുത്താൽ അതിൽ നിന്നും അവ പാല് മാത്രം കുടിക്കുന്നു. പാലും വെള്ളവും കൂടിച്ചേർന്ന പോലെയാണ് നമ്മളുടെ ജീവിതമാകുന്ന
ഗുണത്തിൽ വേർപെടുത്താൻ പറ്റാത്ത വിധം ദോഷം കലർന്നിരിക്കുന്നത്. ഒരു ശാസ്ത്രജ്ഞൻ വിചാരിച്ചു കഴിഞ്ഞാലും പാലും വെള്ളവും കൂട്ടിച്ചേർത്തതിന് ശേഷം അത് വേർതിരിക്കാൻ പറ്റുകയില്ല. അത് തൈരിൽ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും വേർപെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ആര് വിചാരിച്ചു കഴിഞ്ഞാലും ഇത് സാധ്യമല്ല. ഗുണവും ദോഷവും കലർന്നു കഴിഞ്ഞാൽ അവയെ വേർതിരിക്കണമെങ്കിൽ ഉപാസകന് ഒരു മനുഷ്യന്റെ സാമാന്യ സാമർഥ്യം പോരാ, അരയന്നങ്ങളുടെ സവിശേഷ സാമർഥ്യം വേണം ഉപാസകന്. മഹത്തുക്കളുടെ മാനസ സരസിൽ വിഹരിക്കുന്ന ശിവശക്തികളാകുന്ന ഹംസമിഥുനത്തിന് ഇത് സുസാധ്യമാണ്, എളുപ്പം സാധിക്കുന്നു. ദോഷത്തെ നീക്കി ഗുണം മാത്രം വേർതിരിച്ചെടുത്ത് ഈ ഹംസമിഥുനം ഉപാസകന് നൽകുന്നു. മുൻപ് പറഞ്ഞ 18 വിദ്യകളും മനുഷ്യന്റെ കയ്യിലെത്തുമ്പോൾ ഗുണത്തോടൊപ്പം ദോഷവും ഉള്ളവയായി മാറുന്നു. വിദ്യ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിൽ ദോഷങ്ങൾ ഉണ്ടായിരിക്കും. ഇത് ഗ്രന്ഥങ്ങൾ നോക്കി നമ്മൾ പഠിക്കുന്നുണ്ടാവും, ഗുരു ഉപദേശിച്ച് പഠിക്കുന്നതാവാം, ഇന്റർനെറ്റ് നോക്കി പഠിക്കുന്നതാവാം. അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് സാധകൻ പഠിക്കുന്നത്. ഗ്രന്ഥം 3 പകർത്തിയിടിൽ മുഹൂർത്തം മൂത്രമായിടും എന്നാണ് പഴമക്കാർ പറയുന്നത്. 3 പ്രാവശ്യം ഗ്രന്ഥം പകർത്തി കഴിഞ്ഞാൽ പിന്നെ മുഹൂർത്തം എന്നത് മൂത്രം എന്ന് വായിക്കേണ്ടി വരും. അപ്പൊ അത് അക്ഷരങ്ങൾ വികലമായി സംഭവിക്കാം. ഇങ്ങനെ വികലത സംഭവിച്ചു കഴിഞ്ഞാൽ അത് വേർതിരിക്കുവാനുള്ള കഴിവ് ഈ അരയന്നങ്ങൾ തന്നെ സാധകന് കൊടുക്കും. അതാണ് ഇതിന്റെ ഒരു വലിയ മഹത്വം. ഗുണത്തോടൊപ്പം ദോഷവും ഉള്ളതായി മാറുന്നു. അതിൽ നിന്നും ഗുണത്തെ വേർതിരിച്ച് എടുക്കുവാനുള്ള കഴിവ് സാധാരണ മനുഷ്യർക്കില്ല. പക്ഷേ ആ മനുഷ്യരുടെ മനസ്സ് ശിവശക്തികളാകുന്ന ഹംസമിഥുനത്തിന് വിഹരിക്കുവാനുള്ള മാനസ സരസായി മാറുമ്പോൾ, മാത്രമല്ല ആ ഹംസമിഥുനത്തിന് പൂന്തേൻ നൽകുന്ന താമരപ്പൂവായി അവരുടെ ഉപാസകന്റെ മനസ്സ് വികസിക്കുമ്പോൾ, വികസിച്ച ആ താമരപ്പൂവിലെ പൂന്തേൻ കുടിച്ച് മതിച്ച് ആ ഹംസമിഥുനം കളകള ആലാപനം നടത്തുമ്പോൾ 18 വിദ്യകളും അവർക്ക് കരതലാമലകമായി മാറുന്നു. ഒരു കയ്യിൽ നെല്ലിക്ക പെട്ടെന്ന് എടുക്കാൻ പോകുന്നത് പോലെ കരതലാമലകം, ആമലകം നെല്ലിക്ക, കരത്തിലുള്ള നെല്ലിക്ക പോലെ സുസാധ്യമാകുന്നു. എളുപ്പം ഈ വിദ്യകൾ മുഴുവൻ അവന് പഠിക്കാൻ പറ്റുന്നു എന്നർത്ഥം. 18 വിദ്യകളിൽ കാലം കടന്നു പോകുന്നത് കൊണ്ടും സമ്പ്രദായ ഭേദം കൊണ്ടും കലർന്നു പോയിട്ടുള്ള ദോഷങ്ങൾ ആ ഹംസമിഥുനം അവയ്ക്കു മാത്രമുള്ള പ്രത്യേക സാമർഥ്യം കൊണ്ട് നീക്കം ചെയ്ത് ഗുണം മാത്രം സാധകന് നൽകുന്നു. ചില പുസ്തകങ്ങളിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരാം. ദേവി മാഹാത്മ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദേവി മാഹാത്മ്യം എങ്ങനെയാണോ നമ്മൾ വായിക്കുന്നത് ആ ഫലം ദേവി തരും. അതിലൊരു ശ്ലോകമുണ്ട്, വൃത്രപ്രാണഹരണേ 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 ദേവി ദേവി എന്നൊരാൾ വായിച്ചു. പക്ഷെ വൃ എന്ന സ്ഥലത്ത് പു എന്ന അക്ഷരമാണ് ഉപയോഗിച്ചത്. പുത്രപ്രാണഹരണേ പുത്രപ്രാണഹരണേ എന്ന അയാൾ വായിച്ച സമയത്ത് ആ വായിച്ച അവന്റെ പുത്രനെ കൊല്ലേണ്ട അവസ്ഥ ദേവിക്ക് വന്നു. പുത്രന്റെ പ്രാണനെ ഹരിക്കൂ ദേവി എന്ന സങ്കല്പം വേറെയാണ്, പറഞ്ഞത് മാറിപ്പോയി. പറയുന്നതിനനുസരിച്ച് ദേവിക്ക് പ്രവർത്തിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഭാര്യാം രക്ഷതു ഭൈരവി ഇങ്ങനെ ഒരു മന്ത്രം ഉണ്ട്. അതില് രാ എന്ന സ്ഥലത്ത് ഇദ്ദേഹം ഭ എന്ന അക്ഷരം പ്രയോഗിച്ചു. ഭാര്യാം ഭക്ഷതു ഭൈരവി അവന്റെ ഭാര്യയെ ദേവിക്ക് ഭക്ഷിക്കേണ്ടി വന്നു. ഇത് പുസ്തകത്തിൽ നോക്കി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അബദ്ധം പറ്റും. ഒരു ഗുരു ഉപദേശിക്കുന്ന സമയത്തും ആ ഗുരുവിനും ചിലപ്പോൾ അബദ്ധം പറ്റാം. അങ്ങനെയാണെങ്കിൽ ഈ അബദ്ധങ്ങൾ മുഴുവനും ഹംസദ്വന്ദ്വം മാറ്റിത്തരുന്നു എന്നർത്ഥം. ഗുരുക്കന്മാർക്ക് ഇത് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഓങ്കോയ് മല എന്ന് പറയുന്ന ഒരു മലയുണ്ട് തമിഴ്നാട്ടില്. ശ്രീവിദ്യ ഉപാസകയായിരിക്കുന്ന ഒരു അമ്മ അവിടെയുണ്ട്. അപ്പോൾ ആ അമ്മയുടെ ഉപദേശം വാങ്ങാൻ, ഈ പഞ്ചദശാക്ഷരി മന്ത്രം സ്വീകരിക്കാൻ വേണ്ടി പലരും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് അമ്മയിൽ നിന്നും ഉപദേശം വാങ്ങാറുണ്ട്. അങ്ങനെ എൻ്റെ നാട്ടിലുള്ള ഒരു വ്യക്തി ഉപദേശം വാങ്ങി വന്നു. ഇദ്ദേഹം പറഞ്ഞ തന്ത്രം ജപിച്ചു തുടങ്ങിയ സമയത്ത് ഒരു അക്ഷരം ഇല്ലാതെയാണ് അദ്ദേഹം ജപിച്ചത്. അമ്മ പറഞ്ഞു കൊടുത്തത് പൂർണ്ണമായിരുന്നു. ഇവൻ കേട്ടതിന് ശേഷം അവൻ എഴുതിയെടുത്ത സമയത്ത് ഒരു അക്ഷരം അതിലുണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ സമയത്ത് അമ്മ നേരിട്ട് വിളിക്കുകയാണ്, മകനെ, നീ അവിടെ ജപിക്കുന്നതിൽ ഒരക്ഷരമില്ലല്ലോ. ഇതെങ്ങനെയാണ് ഈ അമ്മയ്ക്ക് മനസ്സിലായത്? അത്ര ശക്തിയുള്ള ഉപാസകയാണ് ആ അമ്മ. അതുകൊണ്ട് ശിഷ്യന്മാർക്ക് അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ
ഗുരുവിന് ഇത് അറിയാൻ സാധിക്കും. ചില സമയത്ത് ഗുരുവിനും ഇങ്ങനെ ദോഷം സംഭവിക്കുകയാണെങ്കിൽ ദേവത തന്നെ, ആ ഹംസമിഥുനം തന്നെ അത് മാറ്റിക്കൊടുക്കുമെന്നാണ് അർത്ഥം. ഇത് അറിവ് കിട്ടുന്ന ശ്ലോകമാണ്. സാധകന്റെ പൂർണ്ണജ്ഞാനം. ഭജേ എന്നൊരു ക്രിയയാണ് ഇതിൽ തന്നിരിക്കുന്നത്. അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു. അതിന്റെ കർത്താവ് ഞാൻ തന്നെയാണ്. ഓരോ ഉപാസകനും എന്നർത്ഥം. ഓരോ ഉപാസകനും ഭക്തി കൊണ്ട് ആ ഹംസമിഥുനത്തെ സാക്ഷാത്കരിക്കാൻ പറ്റും എന്ന് ആചാര്യസ്വാമികൾ വ്യംഗ്യമായിട്ട് സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ഹംസേശ്വരൻ, ഹംസേശ്വരി സങ്കല്പമാണ് ഈ രണ്ട് ശിവശക്തി ദേവതകൾക്ക്. ഇതിന്റെ ഫലശ്രുതി പറയുന്നത് കുട്ടികളിൽ കാണപ്പെടുന്ന ബാലാരിഷ്ടത മാറുന്നു. അമ്മമാര് അച്ഛന്മാരും ഇത് ജപിക്കുമ്പോൾ കുട്ടികളുടെ ബാലാരിഷ്ടത മാറ്റാൻ സാധിക്കുന്നു. കുട്ടികളെ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് നടുവിരല്, മോതിരവിരല്, ഈ രണ്ട് വിരല് ആ പാത്രത്തിൽ തൊട്ട് വെളുത്ത നിറത്തിലുള്ള രണ്ട് അരയന്നങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അമ്മമാരോ അമ്മമ്മമാരോ ആർക്ക് വേണമെങ്കിലും ആവാം, പരീക്ഷിച്ച് നോക്കുക. ജപിച്ച വെള്ളം കുട്ടികളെ തളിക്കുകയും കുറച്ച് കുടിക്കാൻ കൊടുക്കുകയും ചെയ്യുക. ആ ദിവസം മാത്രമേ ആ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അനുഭവം കാണുന്നുണ്ട്. 30ാമത്തെ ശ്ലോകം. കുണ്ടലിനി ശക്തി സ്വാധിഷ്ഠാന ചക്രത്തിൽ എത്തുമ്പോൾ ഉപാസകന് ഉണ്ടാകുന്ന ദർശനം സമ്പർത്തേശ്വരൻ എന്നു പേരുള്ള കാലാഗ്നി രുദ്രന്റെയും സമയ എന്ന ശക്തിയുടേതുമാണ്. സ്വാധിഷ്ഠാന ചക്രം അഗ്നി തത്വാത്മകമാണ്. ഇതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. തവ സ്വാധിഷ്ഠാനേ കുതവഹമധിഷ്ഠായ നിരതം തമീഡേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യദാലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്ര യാ ദൃഷ്ടി ശിശിരമുപചാരം രചയതി തവ സ്വാധിഷ്ഠാനേ ഹുതവഹമധിഷ്ഠായ നിരതം തം ഈഡേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യഥാലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്ര യാ ദൃഷ്ടി ശിശിരമുപചാരം രചയതി തവ സ്വാധിഷ്ഠാനേ ഹുതവഹം അധിഷ്ഠായ നിരതം തം ഈഡേ സംവർത്തം ജനനി മഹതീം താം ച സമയാം യത് ആലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ ദയാർദ്ര യാ ദൃഷ്ടി ശിശിരം ഉപചാരം രചയതി ഹുതവഹം അധിഷ്ഠായ ഹുതവഹമധിഷ്ഠായ തം ഈഡേ തമീഡേ തം ഈഡേ തമീഡേ യത് ആലോകേ യദാലോകേ ശിശിരം ഉപചാരം ശിശിരം ഉപചാരം. അനിയോ നോക്കുക. ഹേ ജനനി, അല്ലയോ അമ്മേ, തവ സ്വാധിഷ്ഠാനേ ഹുതവഹം സംവർത്തം അധിഷ്ഠായ നിരതം തം ഈഡേ താം മഹതീം സമയാം ച ഈഡേ മഹതി ക്രോധകലിതേ യത് ആലോകേ ലോകാൻ ദഹതി യാ ദയാർദ്ര ദൃഷ്ടി ശിശിരം ഉപചാരം രചയതി. ഹേ ജനനി തവ സ്വാധിഷ്ഠാനേ കുതവഹം സംവർത്തം തവ സ്വാധിഷ്ഠാനേ കുതവഹം സംവർത്തം അധിഷ്ഠായ നിരതം തം ഈഡേ നിരതം തം ഈഡേ താം മഹതീം സമയാം ച താം മഹതീം സമയാം ച ഈഡേ മഹതി ക്രോധകലിതേ യത് മഹതി ക്രോധകലിതേ യത് ആലോകേ ലോകാൻ ദഹതി മഹതി ക്രോധകലിതേ യത് ആലോകേ ലോകാൻ ദഹതി യാ ദയാർദ്ര ദൃഷ്ടി ലോകാൻ ദഹതി യാ ദയാർദ്ര ദൃഷ്ടി ശിശിരം ഉപചാരം രചയതി ദയാർദ്ര ദൃഷ്ടി ശിശിരം ഉപചാരം രചയതി. ഹേ ജനനി തവ സ്വാധിഷ്ഠാനേ ഹുതവഹം സംവർത്തം അധിഷ്ഠായ നിരതം തം ഈഡേ താം മഹതീം സമയാം ച ഈഡേ മഹതി ക്രോധകലിതേ യത് ആലോകേ ലോകാൻ ദഹതി
യാ ദയാർദ്രാ ദൃഷ്ടി ശിശിരം ഉപചാരം രചയതി. ഹേ ജനനി, അല്ലയോ അമ്മേ, തവ നിൻ തിരുവടിയുടെ സ്വാധിഷ്ഠാനേ, സ്വാധിഷ്ഠാന ചക്രത്തിൽ കുതവഹം സംവർത്തം അധിഷ്ഠായ, കുതവഹം അഗ്നിതത്വത്തെ, സ്വാധിഷ്ഠാനം അഗ്നിതത്വം, അഗ്നിതത്വത്തെ സംവർത്തം അധിഷ്ഠായ, സംവർത്താഗ്നി എന്ന് പറഞ്ഞാൽ പ്രളയ സംഭവത്ത് കാലാഗ്നി രൂപനായിരിക്കുന്ന രുദ്രനെ, പരമശിവനെ ആരോപിച്ച് നിരതം എപ്പോഴും തം ഈടെ അതിനെ സ്തുതിക്കുന്നു. താം മഹതീം സമയാംച, ആ മഹതിയായ സമയയെയും ഈടെ സ്തുതിക്കുന്നു. മഹതി ക്രോധകലിതേ യത് ആലോകേ, മഹത്തായ ക്രോധം കലർന്ന ഏതൊരു ദൃഷ്ടി കൊണ്ടാണോ ലോകാൻ ദഹതി, ലോകങ്ങളെ ദഹിപ്പിക്കുന്നത്, യാ ദയാർദ്രാ ദൃഷ്ടി, അപ്പോൾ യാതൊരു ദയാർദ്രയായ കരുണയായ ഏതൊരു ദൃഷ്ടിയുണ്ടോ, ഏതൊരു കടാക്ഷമുണ്ടോ, ശിശിരം ഉപചാരം രചയതി, കുളിർമയുടെ ഉപചാരം ചെയ്യുന്നു ആ ദൃഷ്ടി. അല്ലയോ അമ്മേ, നിൻ തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ കുതവഹം അഗ്നിതത്വമായ സംവർത്തം അധിഷ്ഠായ, പ്രളയകാലാഗ്നി രൂപനായ രുദ്രനെ ആരോപിച്ച് അധിഷ്ഠാനം ചെയ്ത് നിരതം എപ്പോഴും അതിനെ സ്തുതിക്കുന്നു. ആ മഹതിയായ സമയയെയും, സമയ എന്നു പേരുള്ള ദേവിയെയും ഞാൻ സ്തുതിക്കുന്നു, ഈടെ ഞാൻ സ്തുതിക്കുന്നു. മഹതി, മഹത്തായ ക്രോധം കലർന്ന ഏതൊരു ദൃഷ്ടി കൊണ്ട് ലോകങ്ങളെ ദഹിപ്പിക്കുന്നുവോ, അപ്പോൾ യാതൊരു ദയാർദ്രയായ ഏതൊരു കടാക്ഷം കുളിർമയുടെ ഉപചാരം ചെയ്യുന്നു. അല്ലയോ അമ്മേ, നിൻ തിരുവടിയുടെ സ്വാധിഷ്ഠാന ചക്രത്തിൽ പ്രളയകാലാഗ്നിയുടെ അധിഷ്ഠാതാവായ രുദ്രനെയും ആ അഗ്നിയുടെ ജാലാസ്വരൂപിണിയായ സമയ എന്ന ശക്തിയെയും, അഗ്നിയുടെ അധിഷ്ഠാതാവ് പരമശിവനാണ്, ആ അഗ്നിയുടെ ജ്വാല എന്ന് പറയുന്നത് സമയ എന്ന ശക്തിയാണ്, സമയ എന്ന പേരുള്ള ശക്തി സ്വരൂപിണിയായ ദേവി, ഈ രണ്ടുപേരെയും ഞാൻ സ്തുതിക്കുന്നു. ആ ശക്തികളുടെ എന്ന് പറഞ്ഞാൽ കാലാഗ്നി രുദ്രന്റെയും മഹത്തായ സമയ എന്ന ശക്തിയുടെയും, ഈ സമയത്ത് രണ്ടുപേരും ക്രോധമാണ് രണ്ടുപേർക്കും, എങ്ങനെയെങ്കിലും നശിപ്പിക്കുക ലോകത്തെ, ഇതാണ് അവരുടെ ആ ഒരു ഭാവം. ക്രോധകലിതമായ ദൃഷ്ടി ലോകങ്ങളെ ദഹിപ്പിക്കുമ്പോൾ നിൻ തിരുവടിയുടെ കരുണാപൂർണയായ ദൃഷ്ടി അവയ്ക്ക് ശിരോപചാരം ചെയ്യുന്നു. അങ്ങനെ ആ കാലാഗ്നി രുദ്രനും സമയയുമായ ദേവി പ്രപഞ്ചത്തെ മുഴുവനും നശിപ്പിക്കുന്ന സമയത്ത് ശങ്കരാചാര്യര് കാണുന്ന സൗന്ദര്യലഹരിയിലുള്ള ദേവി അവയ്ക്ക് ശിശിരമായ ഉപചാരം, കുളിർമ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നർത്ഥം. കുണ്ടലിനി ശക്തി സ്വാധിഷ്ഠാനത്തിൽ എത്തുമ്പോൾ ഉപാസകൻ ഉണ്ടാകുന്ന ദർശനം സംവർത്തേശ്വരനായ കാലാഗ്നിരുദ്രന്റെയും സമയ എന്ന ശക്തിയുടേതുമാണ്. സ്വാധിഷ്ഠാന ചക്രം അഗ്നിതത്വാത്മകമാണ്. ലോഹദാഹകമായ സംവർത്താഗ്നി രൂപത്തിൽ കാലാഗ്നി രുദ്രൻ അവിടെ പ്രത്യക്ഷനാകുന്നു. രുദ്രന്റെ ശക്തിയായ ദേവി മഹാപ്രളയ കാലാഗ്നി ജ്വാലകളായി അവിടെ വർത്തിക്കുന്നു. ഇവരുടെ ക്രോധകലിതമായ നോട്ടത്തിൽ ലോകമാകെ ദഹിച്ചു പോകുന്നു, നശിച്ചു പോകുന്നു. അങ്ങനെ ദഹിക്കുന്ന ലോകത്തിന് മണിപൂരക ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ കരുണാദൃഷ്ടി ശിശിരോപചാരമായി ഭവിക്കുന്നു. സാധകന്റെ ഈ ഉപാസനാഘട്ടത്തിൽ അവന് ഒരു അറിവ് ലഭിക്കുന്നു. നാശം രണ്ടും ഒരേ ചൈതന്യത്തിൽ, നാശവും സൃഷ്ടിയും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നാണ് ആ അറിവ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു നെഗറ്റീവും പോസിറ്റീവും ഒന്ന് തന്നെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ അറിവാണ് ആ സാധകന് അവിടെ കിട്ടുന്നത്. ഇവിടെ അഗ്നിരൂപനായ രുദ്രന്റെ ജ്വാലയായി, ആ ജ്വാല എന്ന് പറയുമ്പോൾ തീ കത്തുന്ന സമയത്ത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരുന്നതാണ്, അതാണ് ജ്വാല. ആ ജ്വാലയായി സമയ എന്ന് പേരുള്ളവളായ ദേവിയെ അവതരിപ്പിക്കുന്നു. രുദ്രൻ ക്രോധത്തോടുകൂടി നോക്കുന്നതിനെ എല്ലാം സമയരൂപിണിയായ മഹാഗ്നി ജ്വാല ഭസ്മീകരിക്കുന്നു. പരമശിവൻ ദൃഷ്ടി കൊണ്ട് നോക്കുന്നതിനെ എല്ലാം ദേവി നശിപ്പിച്ചു കളയുന്നു. ലോകജനനിയായ ദേവിക്ക് ഈ പ്രപഞ്ചത്തിന്റെ നേർക്ക് കാരുണ്യം മാത്രമേ ഉള്ളൂ. ജലതത്വാത്മകമായ മണിപൂരക ചക്രത്തിൽ ഇരുന്ന് സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് നോക്കുന്ന ദേവിയുടെ കരുണാർദ്രമായ ദൃഷ്ടി
ശീതോപചാരം ചെയ്യുകയാൽ പ്രപഞ്ചം പുനരുജ്ജീവിക്കുന്നു. നശിച്ച പ്രപഞ്ചം വീണ്ടും ജനിക്കുന്നു എന്നർത്ഥം. സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ സംഹാരവും സൃഷ്ടിയും തുടർച്ചയായ ഒരു പ്രക്രിയയുടെ രണ്ട് ഭാഗങ്ങൾ മാത്രമാണ്. ഏതൊരു ചൈതന്യത്തിന്റെ ആഗ്രഹപ്രകാരം ആ ചൈതന്യത്തിൽ നിന്നും പ്രപഞ്ചം രൂപപ്പെടുന്നു, ആ ചൈതന്യത്തിലേക്ക് അത് തിരികെ സ്വീകരിക്കപ്പെടുന്നതാണ് സംഹാരം എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കൊലയല്ല, നശിപ്പിക്കലല്ല. അഗ്നിയുടെ സ്വഭാവം ദഹിപ്പിക്കലാണ്. അഗ്നിബാധ ഉണ്ടാകുമ്പോൾ അഗ്നിയെ ശമിപ്പിക്കുന്നത് ജലം കൊണ്ടാണ്. രണ്ട് ശക്തികളും, അതായത് അഗ്നിയും ജലവും, രണ്ട് ദേവിമാരാണ്. മണിപൂരക ചക്രത്തിൽ അമൃത രൂപിണിയായ കുളിർപ്പിക്കുന്ന ദേവി തന്നെയാണ് സ്വാധിഷ്ഠാന ചക്രത്തിൽ സമ്പർത്താഗ്നി രൂപനായിരിക്കുന്ന രുദ്രന്റെ ദാഹകജ്വാലകളായും വർത്തിക്കുന്നത്. ഉപാസകന്റെ കുണ്ടലിനി ശക്തി മൂലാധാരത്തിൽ നിന്നും ഉണർന്ന് ഓരോ ചക്രത്തിലും പ്രവേശിക്കുന്നതോടുകൂടി അവൻ ജ്ഞാനം ഉൾക്കൊള്ളുവാൻ തുടങ്ങുന്നു. അപ്പോൾ വേറെ വേറെയായി കണ്ടിരുന്ന സൃഷ്ടി സംഹാര പ്രക്രിയകളുടെ ഐക്യത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ബോധവാനാകുന്നു. ഉപാധികളിൽ കൂടി മാത്രം ലഭിച്ചിരുന്ന അപൂർണവും വികലവുമായ അജ്ഞാനത്തിന്റെ ബന്ധനത്തിൽ നിന്നും മുക്തനായ ഉപാസകൻ ഭൗതികതയുടെ തിമിരം മാറി ശുദ്ധജ്ഞാനം ഉൾക്കൊള്ളുവാൻ പ്രാപ്തനായി തുടങ്ങും. ഇതുവരെയുള്ള ഭൗതികമായിരിക്കുന്ന അറിവ് കുറെ ഞാൻ സമ്പാദിച്ചു വെച്ചതാണ്. വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം, ബിരുദാനന്തര ബിരുദം, MPhil, PhD എല്ലാ ഡോക്ടറേറ്റും എനിക്ക് കിട്ടിയതാണ്. ഇതൊന്നും ശരിക്കുള്ള ഡോക്ടറേറ്റ് അല്ലല്ലോ എന്ന ഒരു ബോധം അവന് ഉണ്ടാവുകയും ശരിയായിട്ടുള്ള ജ്ഞാനം അവന് ലഭിക്കുകയും ചെയ്യുന്നു. അനവധി യൂണിവേഴ്സിറ്റികളിൽ നിന്നും 5 MA പാസ്സായ ഒരു വ്യക്തിയാണല്ലോ ഞാൻ. ഈ പഠിച്ചതെല്ലാം ശുദ്ധ അബദ്ധമാണല്ലോ എന്ന ബോധം ആ സമയത്ത് അവന് ഉണ്ടാകുന്നു എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. പ്രപഞ്ചം നശിക്കുകയോ പുനർജനിക്കുകയോ ചെയ്യുന്നില്ല. സംഹാരം എന്നത് സൃഷ്ടിയുടെ ഒരു പൂർവരംഗം മാത്രമാണെന്നും ക്രോധകലിതം എന്ന് നാം പറയുന്നുവെങ്കിലും സംഹരിക്കുന്ന ദൃഷ്ടിയും ശിശിരോപചാരം ചെയ്യുന്ന ദൃഷ്ടിയും ഒന്ന് തന്നെയാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. ജനിക്കുന്നതും കൊല്ലുന്നതും ഒന്ന് തന്നെ എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിയുണ്ടാവില്ല. ഈ ശ്ലോകത്തിൽ ദേവിയുടെ സംഹാര പ്രക്രിയയും സൃഷ്ടി പ്രക്രിയയും തുല്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഫലശ്രുതി പറയുന്നത് ദുസ്വപ്നനാശം സംശയാലുത്വം മാറുന്നു. ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? ഇത് എല്ലാ മനുഷ്യർക്കുമുള്ള സംശയമാണ്. ഈ സമയത്ത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 2-3 തരത്തിലുള്ള വിഷമങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഈ ശ്ലോകം പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദേവി നമുക്ക് തോന്നിപ്പിക്കും, ഇന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്, ഇത് ചെയ്തോളൂ, ഇത് ചെയ്യുക. ഇതാണ് ആജ്ഞ. ആദ്യമേ പറഞ്ഞു ആജ്ഞാചക്രത്തില് ഏവം ഭൂതം ഏവം വർത്തതേ ഏവം ഭവിഷ്യതി. ആജ്ഞാചക്രത്തിൽ നിന്ന് ആജ്ഞയാണ് കിട്ടുന്നത്. ഇപ്രകാരം എല്ലാം സംഭവിച്ചു കഴിഞ്ഞു അല്ലയോ ശിഷ്യ, ഇപ്പോൾ ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ചിലത് സംഭവിക്കാൻ പോകുന്നു. ഇപ്പോൾ നീ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നീ ഈ കാര്യമാണ് നീ ചെയ്യേണ്ടത്. ആ ആജ്ഞാചക്രത്തിൽ നിന്നും കിട്ടുന്ന അറിവ് ഇവിടെ ഈ ഹംസ ദ്വന്ദ്വം അല്ലെങ്കിൽ ആ ശിവശക്തി സംയോഗം നമുക്ക് തരുന്നു എന്നാണ് പറയുന്നത്. ഹംസദ്വന്ദ്വമല്ല, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ വ്യത്യസ്തമായിരിക്കുന്ന ആ 2 ദേവതമാർ, നാശവും ഉൽപ്പത്തിയും ചെയ്യുന്ന 2 ദേവതമാര് ഈ അറിവുണ്ടാക്കി തരുന്നു. പിന്നെ ആ സമയത്ത് പിന്നെ സംശയം ലേശം പോലും ഉണ്ടാവുകയില്ല. ദുസ്വപ്നങ്ങൾ സംഭവിക്കുന്നവർക്ക് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് മാറിപ്പോകും. 40-ാമത്തെ ശ്ലോകമാണ്. 39-ാമത്തെ ശ്ലോകത്തിൽ ത്രിഭുവനത്തെ ദഹിപ്പിക്കുന്നതായി പറഞ്ഞു. ഈ ശ്ലോകത്തിൽ ജലതത്വരൂപമായ മണിപൂരക ചക്രത്തിൽ മഹേശ്വര രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവനും സൗദാമിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ശക്തിയും കൂടി ദഹിപ്പിച്ച ത്രിഭുവനങ്ങളെ ശീതജലത്താൽ ആപ്ലാവനം ചെയ്ത് പുനരുജ്ജീവിപ്പിക്കുന്നു. വീണ്ടും ലോകത്തിന്റെ ഉൽപ്പത്തി നടത്തുന്നു എന്നാണ് പറയുന്നത്. 2 ശക്തികള് കൂടി ലോകത്തെ നശിപ്പിച്ചു, വീണ്ടും ആ ലോകത്തെ അവർ പുനർജനിപ്പിക്കുന്നു. തടിത്വന്തം ശക്തിയ തിമിര പരിപന്ഥി സ്ഫുരണയാ സ്ഫുരത് നാനാരത്നാഭരണ പരിണത്തേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം ത്രിഭുവനം. തടിത്വന്തം ശക്തിയ തിമിരപരിപന്ഥി സ്ഫുരണയാ സ്ഫുരൻ നാനാ
രത്നാഭരണ പരിണത്തേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിരതപ്തം ത്രിഭുവനം തടിത്വന്തം ശക്തിയ തിമിരപരിപന്ധി സ്ഫുരണയാ. അത് ഒറ്റ പദമാണ്. സ്ഫുരന്നാന രത്നാഭരണ പരിണത്തേന്ദ്രധനുഷം അതൊരു പദമാണ്. തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരിമിഹിരതപ്തം ത്രിഭുവനം തടിത്വന്തം ശക്തിയ തിമിരപരിപന്ധി സ്ഫുരണയാ സ്ഫുരത് നാനാരത്നാഭരണ പരിണത്തേന്ദ്രധനുഷം തവ ശ്യാമം മേഘം കമപി മണിപൂരൈകശരണം നിഷേവേ വർഷന്തം ഹരമിഹിര തപ്തം ത്രിഭുവനം കം അപി കമപി മണിപൂര ഏകശരണം മണിപൂരൈകശരണം. അന്വയം തവ മണിപൂരൈകശരണം തിമിര പരിപന്ധി സ്ഫുരണയാ ശക്തിയ തടിത്വന്തം സ്ഫുരൻ നാനാരത്നാഭരണ പരിണത്തേന്ദ്രധനുഷം ശ്യാമം ഹരമിഹിരതപ്തം ത്രിഭുവനം വർഷന്തം കമപി മേഘം നിഷേവേ. തവ മണിപൂരൈകശരണം തിമിര പരിപന്ധി സ്ഫുരണയാ ശക്തിയ തടിത്വന്തം സ്ഫുരൻ നാനാരത്നാഭരണ പരിണത്തേന്ദ്രധനുഷം ശ്യാമം ഹരമിഹിരതപ്തം ത്രിഭുവനം വർഷന്തം കമപി മേഘം നിഷേവേ. തവ മണിപൂരൈകശരണം തിമിര പരിപന്ധി സ്ഫുരണയാ. തവ മണിപൂരൈകശരണം തിമിര പരിപന്ധി സ്ഫുരണയാ ശക്തിയ തടിത്വന്തം സ്ഫുരൻ നാനാരത്നാഭരണ പരിണത്തേന്ദ്രധനുഷം ശക്തിയ തടിത്വന്തം സ്ഫുരൻ നാനാരത്നാഭരണ പരിണത്തേന്ദ്രധനുഷം ശ്യാമം ഹരമിഹിരതപ്തം ത്രിഭുവനം വർഷന്തം കമപി മേഘം നിഷേവേ. ശ്യാമം ഹരമിഹിരതപ്തം ത്രിഭുവനം വർഷന്തം കമപി മേഘം നിഷേവേ. അല്ലയോ അമ്മേ, തവ മണിപൂര ഏകശരണം നിന്തിരുവടിയുടെ മണിപൂരക ചക്രം ഒന്ന് തന്നെ ശരണമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മണിപൂര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന തിമിര പരിപന്ധി സ്ഫുരണയാ ഇരുട്ടിന് വിരോധിയായ പ്രകാശത്തോടു കൂടിയ സ്ഫുരണം പ്രകാശം, പരിപന്ധി വിരോധം, ഇരുട്ടിന് വിരോധിയായ പ്രകാശത്തോടു കൂടിയ ശക്തി കൊണ്ട് തടിത്വന്തം, തടിത്തുന്ന മിന്നൽക്കൊടി, മിന്നൽ പിണർ, മിന്നൽ കൊടിയോട് കൂടിയവനായും സ്ഫുരൻ നാനാരത്നാഭരണ പരിണത്തേന്ദ്രധനുഷം ഒറ്റ പദമാണത്. ശോഭിക്കുന്ന നാനാരത്നാഭരണങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഇന്ദ്രധനുസ്സോടുകൂടിയവനും സ്ഫുരൻ ശോഭിക്കുന്ന നാനാരത്നാഭരണ അനവധി രത്നാഭരണങ്ങളാൽ പരിണത്തേന്ദ്ര പരിണത്തം നിർമ്മിക്കപ്പെട്ട ഇന്ദ്രധനുഷം മഴവില്ലോടുകൂടിയവൻ ശ്യാമം കറുത്തതും ഹരമിഹിരതപ്തം ഹരനാകുന്ന സൂര്യനാൽ തപ്തനും പരമശിവനാകുന്ന സൂര്യനാൽ തപിക്കുന്ന അങ്ങനെയുള്ള ത്രിഭുവനം, അങ്ങനെയുള്ള വിശേഷണങ്ങളോട് കൂടിയ ത്രിഭുവനത്തെ, മൂന്ന് ലോകങ്ങളെയും വർഷന്തം കമപി മേഘം വർഷിക്കുന്ന കരുണാവർഷം കൊണ്ട് തണുപ്പിക്കുന്ന കമപി മേഘം നിഷേവേ. കമപി ഏതോ ഒരു പറഞ്ഞാൽ അത് വിവരിക്കാൻ പറ്റുന്നില്ല, അത് വിശദീകരിച്ച് തരാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരു മേഘത്തെ സേവിക്കുന്നു. അല്ലയോ അമ്മേ, നിൻ തിരുവടിയുടെ മണിപൂരക ചക്രത്തിൽ വസിക്കുന്നവനും ശോഭിക്കുന്ന നാനാ രത്നാഭരണങ്ങളാൽ പരിണത്തമായ ഇന്ദ്രധനുസ്സോടു കൂടിയവനും
തിമിര പരിപന്ധിയായി സ്ഫുരിക്കുന്ന ശക്തിയാൽ തടിത്വാനായും ഹരനാകുന്ന മിഹിരനാൽ തപിപ്പിക്കപ്പെട്ട 3 ലോകങ്ങളെയും വർഷം കൊണ്ട് തണുപ്പിക്കുന്ന ശ്യാമമേഘസ്വരൂപിയായും അനിർവാച്യനായുമായുള്ള പശുപതിയെ ഞാൻ സേവിക്കുന്നു. അല്ലയോ അമ്മേ, നിൻതിരുവടിയുടെ മണിപൂരക ചക്രത്തിൽ വസിക്കുന്നവനും ശോഭിക്കുന്ന നാനാരത്നാഭരണങ്ങളാൽ പരിണദ്ധമായ ഇന്ദ്രധനുസ്സോടുകൂടിയവനും തിമിര പരിപന്ധിയായി സ്ഫുരിക്കുന്ന ശക്തിയാൽ തടിത്വാനായും ഹരനാകുന്ന മിഹിരനാൽ തപിപ്പിക്കപ്പെട്ട 3 ലോകങ്ങളെയും വർഷം കൊണ്ട് തണുപ്പിക്കുന്ന ശ്യാമമേഘസ്വരൂപിയായും അനിർവാച്യനായുമുള്ള പശുപതിയെ ഞാൻ സേവിക്കുന്നു. ഇവിടെ ശിവനെ ശ്യാമവർണ്ണനായ കറുത്ത വർണ്ണത്തോടുകൂടിയ മേഘമായി ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പരമശിവനെ ശ്യാമവർണ്ണമായ മേഘം എന്ന് പറയുമ്പോൾ ജലം കൊണ്ട് വർഷിക്കാൻ തുടങ്ങുന്ന കാർമേഘം എന്ന് മനസ്സിലാക്കുക. മഴക്കാലം തുടങ്ങുന്ന സമയത്ത് വർഷിക്കാൻ തുടങ്ങുന്ന മേഘമാണ്. നീര് ജലം വർഷിക്കാൻ പോകുന്നു. കാർമേഘം ജലസേചനത്തിന് സന്നദ്ധമാകുമ്പോൾ പലപ്പോഴും ഇടിയും മിന്നലും ഉണ്ടാകും. ഉഷ്ണകാലത്ത് അതിതീക്ഷ്ണമായ സൂര്യകിരണങ്ങൾ ലോകത്തെ തപിപ്പിക്കുന്നു. അതിനുശേഷം വർഷക്കാലം ആരംഭിക്കുമ്പോൾ ആകാശം കാർമേഘങ്ങൾ കൊണ്ട് നിറയുന്നു. ആ കാർമേഘങ്ങൾ സൂര്യകിരണങ്ങളുടെ ഗതി തടയുന്നതിനാൽ ലോകം ഒട്ടാകെ അന്ധകാര ആവൃതമായി തീരുന്നു. പൂർണ്ണമായി മേഘം മൂടുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ പലപ്പോഴും ആകാശത്തിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടാറുണ്ട്. മേഘം കുറച്ചുകൂടി വ്യാപിക്കുമ്പോൾ മിന്നൽ കൊടികളും മേഘത്തിൽ നിന്ന് പുറപ്പെടുന്നു. ആ മിന്നൽ അല്പനേരത്തേക്കായാലും അന്ധകാരത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. മിഹിരതപ്തമായ ലോകത്തെ ധാരാസമ്പാദങ്ങളാൽ തണുപ്പിക്കുന്ന വർഷകാലമേഘം തിമിര പരിബന്ധികളായ മിന്നൽ കൊടികളോടും വിവിധ വർണ്ണങ്ങളുള്ള രത്നങ്ങളാൽ അലങ്കൃതമായതുപോലെ ശോഭിക്കുന്ന ധനുസ്സുകളോടും ചേർന്ന് ശോഭിക്കുന്നത് പോലെ മണിപൂരക ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പശുപതി പരമശിവൻ ലോകത്തെ കുളിർപ്പിക്കുന്നു. മേഘത്തിൽ നിന്ന് ഉണ്ടാകുന്ന മിന്നൽ കൊടിയായി വിവരിക്കുന്നത് ദേവീശക്തിയെ തന്നെയാണ്. ഇവിടെ മേഘത്തിൽ നിന്ന് ഉണ്ടാകുന്ന മിന്നലിന്റെ പ്രകാശം ക്ഷണികമാകയാൽ ആ സൗദാമിനി എന്ന് പറഞ്ഞാൽ മിന്നൽപിണൽ, സൗദാമിനിക്ക് ചഞ്ചല എന്നും ചപല എന്നും പര്യായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മണിപൂരക ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹേശ്വര രൂപിയായ കാർമേഘത്തിന്റെ മിന്നൽക്കുടി ചഞ്ചലയും ചപലയുമല്ല. ആ മിന്നലിന്റെ പ്രകാശം ശാശ്വതമാണ്. അതുകൊണ്ട് ആഗമങ്ങൾ ദേവിയെ സ്ഥിര സൗദാമിനി എന്ന് നിർദ്ദേശിക്കുന്നു. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് അചഞ്ചലമായ ആ പ്രകാശം സ്വാധിഷ്ഠാന ചക്രത്തിൽ ഹരമിഹിരനാൽ തപ്തമായ ത്രിഭുവനത്തിന് കുളിർമ പ്രകാശമായി വർത്തിക്കുന്നു. ഒരു ശീതളിമ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നർത്ഥം. ഇത് ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കാം. ശിവനെ ശ്യാമവർണ്ണമായ മേഘമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ശ്യാമവർണ്ണമായ മേഘം എന്ന് പറയുമ്പോൾ ജലം വർഷിക്കാൻ തുടങ്ങുന്ന കാർമേഘം എന്ന് അർത്ഥമെടുക്കുക. കാർമേഘം ജലസേചനത്തിന് സന്നദ്ധമാകുന്ന സമയത്ത് പലപ്പോഴും ഇടിയും മിന്നലും ഉണ്ടാകാറുണ്ട്. ഉഷ്ണകാലത്ത് അതിതീക്ഷ്ണങ്ങളായ സൂര്യകിരണങ്ങൾ ലോകത്തെ തപിപ്പിക്കുന്നു. അതിനുശേഷം വർഷക്കാലം ആരംഭിക്കുമ്പോൾ ആകാശം കാർമേഘങ്ങൾ കൊണ്ട് നിറയുന്നു. ആ കാർമേഘങ്ങൾ സൂര്യകിരണങ്ങളുടെ ഗതി തടയുന്നത് കൊണ്ട് ലോകം ഒട്ടാകെ അന്ധകാരാവൃതമായി തീരുന്നു, ഇരുട്ടായി മാറുന്നു. പൂർണ്ണമായി മേഘം മൂടുന്നതിന് മുമ്പുള്ള ഘട്ടത്തിൽ പലപ്പോഴും ആകാശത്തിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടാറുണ്ട്. മേഘം കുറച്ചുകൂടി വ്യാപിക്കുമ്പോൾ മിന്നൽ കൊടികളും മേഘത്തിൽ നിന്ന് പുറപ്പെടുന്നു. ആ മിന്നൽ അല്പനേരത്തേക്കായാലും അന്ധകാരത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്നു. മിന്നൽ എന്ന് പറയുന്നത് ഒരു മിനിറ്റ് പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പെട്ടെന്ന് സംഭവിക്കുന്നു, പെട്ടെന്ന് പോകുന്നു. പക്ഷെ ഈ സമയത്ത് ഇരുട്ട് മാറി നിൽക്കാതെ പറ്റില്ല. മിഹിരതപ്തമായ ലോകത്തെ ധാരാസമ്പാദങ്ങളാൽ തണുപ്പിക്കുന്ന വർഷകാല മേഘം തിമിര പരിപന്ധികളായ മിന്നൽ കൊടികളോടും വിവിധ വർണ്ണമുള്ള രത്നങ്ങളാൽ അലങ്കൃതമായതുപോലെ ശോഭിക്കുന്ന മഴവില്ലിനോടും ആ ഇന്ദ്രധനുസ്സുകളോടും ചേർന്ന് ശോഭിക്കുന്നത് പോലെയാണ്
മണിപൂരക ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പശുപതി പരമശിവൻ ലോകത്തെ കുളിർപ്പിക്കുന്നത്. മേഘത്തിൽ നിന്ന് ഉണ്ടാകുന്ന മിന്നൽ കൂടിയായി വിവരിക്കുന്നത് ദേവീശക്തിയെ തന്നെയാണ്. അത് പ്രത്യേകം ഓർക്കുക. മേഘത്തിൽ നിന്നുണ്ടാകുന്ന മിന്നലിന്റെ ആ മിന്നൽ പിണരിന്റെ പ്രകാശം ക്ഷണികമാണ്. അത് ആ മിന്നൽ കൊടിയുടെ പേരാണ് സൗദാമിനി. ആ സൗദാമിനിക്ക് ചഞ്ചല എന്നും ചപല എന്നും പര്യായങ്ങളാണ്. മണിപൂരക ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹേശ്വര രൂപിയായ കാർമേഘത്തിന്റെ മിന്നൽക്കൊടി ചഞ്ചലയും ചപലയുമല്ല. അത് ശാശ്വതമായ പ്രകാശമാണത്. സ്ഥിര സൗദാമിനി എന്നാണ് കവികൾ പറയുന്നത്. അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റിക്കൊണ്ട് അചഞ്ചലമായ ആ പ്രകാശം സ്വാധിഷ്ഠാന ചക്രത്തിൽ ഹര മിഹിരനാൽ തപ്തമായ ത്രിഭുവനത്തിന് കുളിർമയുള്ള പ്രകാശമായി വർത്തിക്കുന്നു. ഈ ശ്ലോകത്തിന്റെ ഫലശ്രുതി പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാനുള്ള കഴിവ് സാധകന് കിട്ടുന്നു. അജ്ഞത മാറിപ്പോകുന്നു. തൽപ്പത്തി 1-ാമത്തെ ശ്ലോകം. ഈ ശ്ലോകത്തില് മൂലാധാരത്തിൽ ഉപാസകന് ദൃശ്യമാകുന്ന ശിവശക്തി രൂപമാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ചക്രങ്ങളുടെയും സ്വഭാവമാണ് പറഞ്ഞു വരുന്നത്. അത് അവരോഹണ ക്രമത്തിലാണ്, ആരോഹണ ക്രമത്തിലല്ല, അവരോഹണ ക്രമത്തിലാണ് പറഞ്ഞു വരുന്നത്. തവാധാരേ മൂലേ സഹ സമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസ മഹാതാണ്ഡവ നടം ഉഭാഭ്യാം ഏതാഭ്യാം ഉദയവിധിമുദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജജ്ഞേ ജനക ജനനീ മത് ജഗതിതം മജ്ജഗതിതം. തവാധാരേ മൂലേ സഹ സമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസ മഹാതാണ്ഡവ നടം ഉഭാഭ്യാം ഏതാഭ്യാം ഉദയവിധിമുദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജജ്ഞേ ജനക ജനനീ മജ്ജഗതിതം. തവാധാരേ മൂലേ സഹ സമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസ മഹാതാണ്ഡവ നടം ഉഭാഭ്യാം ഏതാഭ്യാം ഉദയവിധിം ഉദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജജ്ഞേ ജനകജനനീമത് ജഗതിതം. നവാധാരേ മൂലേ സഹ സമയയാ ലാസ്യപരയാ നവാത്മാനം മന്യേ നവരസ മഹാതാണ്ഡവ നടം ഉഭാഭ്യാം ഏതാഭ്യാം ഉദയവിധിം ഉദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ജജ്ഞേ ജനക ജനനീമത് ജഗത് ഇതം. ഉഭാഭ്യാം ഏതാഭ്യാം ഉഭാഭ്യാമേതാഭ്യാം ഉഭാഭ്യാം ഏതാഭ്യാം ഉഭാഭ്യാമേതാഭ്യാം ഏതാഭ്യാം ഉദയവിധിം ഏതാഭ്യാം ഉദയവിധിം ഏതാഭ്യാം ഉഭയം ഉദയവിധിം ഏതാഭ്യാം പ്ലസ് ഉദയവിധിം ഏതാഭ്യാം ഉദയവിധിം ഉദയവിധിം ഉദ്ദിശ്യ ഉദയവിധിമുദ്ദിശ്യ ജനക ജനനീമത് ജഗത്ത് ജനക ജനനീമജ്ജഗത്ത്. മത് പ്ലസ് ജഗത്ത് മജ്ജഗത്ത്. അവിടെ തകാരം ജകാരമായിട്ട് മാറും. ജഗത്ത് ഇതം ജഗതിതം, ജഗത്ത് ഇതം ജഗതിതം. ഇനി നോക്കാം. തവ മൂലേ ആധാരേ ലാസ്യപരയാ സമയയാ സഹ നവരസ മഹാതാണ്ഡവ നടം നവാത്മാനം മന്യേ ഉദയവിധിം ഉദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ഏതാഭ്യാം ഉഭാഭ്യാം ഇതം ജഗത് ജനക ജനനീമത് ജജ്ഞേ. തവ മൂലേ ആധാരേ ലാസ്യപരയാ തവ മൂലേ ആധാരേ ലാസ്യപരയാ സമയയാ സഹ ലാസ്യപരയാ സമയയാ സഹ നവരസ മഹാതാണ്ഡവ നടം സമയയാ സഹ നവരസ മഹാതാണ്ഡവ നടം നവാത്മാനം മന്യേ മഹാതാണ്ഡവ നടം നവാത്മാനം മന്യേ. പുരുഷപണം. ഉദയവിധിം ഉദ്ദിശ്യ ഉദയവിധിം ഉദ്ദിശ്യ ദയയാ സനാഥാഭ്യാം
ഏതാഭ്യാം ഉഭാഭ്യാം ഉദയവിധിം ഉദ്ദിശ്യ ദയയാ സനാഥാഭ്യാം ഏതാഭ്യാം ഉഭാഭ്യാം ഇദം ജഗത് ജനകജനനീമത് ജജ്ഞേ. ഇദം ജഗത് ജനകജനനീമത് ജജ്ഞേ. അല്ലയോ അമ്മേ, തവ മൂലേ ആധാരെ, നിന്തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ ലാസ്യപരയാ, ലാസ്യനൃത്തത്തിൽ തൽപരയായ ദേവി ലാസ്യനൃത്തമാടുന്നു, ശിവൻ താണ്ഡവ നൃത്തമാടുന്നു. താണ്ഡവ നൃത്തം പുരുഷന്മാർക്ക്, ലാസ്യനൃത്തം സ്ത്രീകൾക്ക്. സമയ എന്ന ദേവിയോടുകൂടി സമയയാ സഹ, ലാസ്യപരയാ സമയയാ സഹ, ലാസ്യനൃത്തത്തിൽ തൽപരയായ സമയ എന്ന പേരുള്ള ദേവിയോടുകൂടി സമയയാ സഹ നവരസ മഹാതാണ്ഡവ നടം, ശൃംഗാരാദി നവരസങ്ങളോടുകൂടി താണ്ഡവം നൃത്തം ചെയ്യുന്ന നടനായ നവാത്മാവായ ആനന്ദ ഭൈരവനെ മന്യേ ഞാൻ ധ്യാനിക്കുന്നു. ഉദയവിധിം ഉദ്ദിശ്യ, പ്രളയകാലത്ത് നശിച്ച ജഗത്തിന്റെ ഉദയവിധിയെ ഉദ്ദേശിച്ച്, ഉദയവിധി നശിച്ച ലോകത്തിന്റെ വീണ്ടുമുള്ള ഉദയത്തെ ഉദ്ദേശിച്ചിട്ട് ദയയാ സനാഥാഭ്യാം, ദയയോടുകൂടി ഒന്നിച്ചു ചേർന്നവരായി ഏതാഭ്യാം ഉഭാഭ്യാം, ഈ രണ്ടു പേരാൽ ഇതം ജഗത്ത്, ഈ ലോകം ജനകജനനീമത് ജജ്ഞേ, പിതാവും മാതാവുമുള്ളതായി ഭവിച്ചു. എൻ്റെ അച്ഛൻ ആരാണ്, എൻ്റെ അമ്മ ആരാണ് എന്ന് പറയുവാൻ സാധിക്കുന്നവയായി ഭവിക്കുന്നു. അല്ലയോ അമ്മേ, നിൻ തിരുവടിയുടെ മൂലാധാര ചക്രത്തിൽ ലാസ്യപരയായ സമയ എന്ന ദേവിയോടുകൂടി നവരസങ്ങളോടുകൂടിയ മഹാതാണ്ഡവ നടനം ചെയ്യുന്ന നവാത്മസ്വരൂപിയായ ആനന്ദഭൈരവനെ ഞാൻ ഉപാസകൻ ധ്യാനിക്കുന്നു. പ്രളയത്തിൽ നശിച്ച ജഗത്തിന്റെ പുനരുൽപ്പത്തിയെക്കുറിച്ച് ദയയുള്ളവരും ദമ്പതികളായി ഭവിച്ചവരുമായ ഇവരുടെ ആനന്ദഭൈരവന്റെയും സമയാദേവിയുടെയും കാരുണ്യം കൊണ്ട് ഈ ജഗത്ത് മാതാപിതാക്കളോട് കൂടിയവരായി ഭവിച്ചു. ഉൽപ്പത്തിക്ക് കാരണം ദേവിയുടെ കാരുണ്യമാണ്. ഈ ശ്ലോകത്തില് മൂലാധാര ചക്രത്തിൽ ഉപാസകന് ദൃശ്യമാകുന്ന ശിവശക്തി സ്വരൂപമാണ് സൂചിപ്പിക്കുന്നത്. മൂലാധാരം ഭൂമി തത്വമാണ്, ഭൂതത്വാത്മകമാണ്. അവിടെ ശൃംഗാരാദി രസങ്ങളോടുകൂടി ശിവന്റെ അത്ഭുത താണ്ഡവം നടക്കുന്നു. ഒപ്പം ദേവിയും ലാസ്യപരയായി വർദ്ധിക്കുന്നു. ശിവൻ താണ്ഡവം ആടുമ്പോൾ അതിൻ്റെ കൂടെ ദേവി ലാസ്യനൃത്തം ആചരിക്കുന്നു. ശിവന്റെ തന്നെ സംഹാര താണ്ഡവം കൊണ്ട് നഷ്ടമായി തീർന്ന ഭുവനങ്ങളുടെ പുനഃസൃഷ്ടി, ഉന്മുഖമായ ശിവശക്തികളുടെ നർത്തനത്തിലൂടെ സംഭവിക്കുന്നു. നശിച്ചുപോയ ജഗത്തിനെ കുറിച്ച് ഇരുവർക്കും ദയയാണ് ഉള്ളത്. ലോകത്തിന്റെ പുനഃസൃഷ്ടിയെ ഉദ്ദേശിച്ചു തന്നെയാണ് ആനന്ദഭൈരവന്റെ നവരസ സംയുക്തമായ നടനവും ദേവിയുടെ ലാസ്യ നടനവും. അവരുടെ രണ്ടുപേരുടെയും നർത്തന പരിപാടിയിലൂടെ ഈ പ്രപഞ്ചം മാതാപിതാക്കൾ ഉള്ളതായി തീരുന്നു. ശിവശക്തി സംയോഗത്തിൽ നിന്ന് പ്രപഞ്ചോൽപത്തി ഉണ്ടാകുന്നുവെന്ന് സാരം. ഇവിടെ കുണ്ടലിനി ശക്തിയെ പറ്റി പറയുന്ന ശ്ലോകങ്ങളാണ് ഈ 6 ശ്ലോകങ്ങൾ. ഇതിനു മുമ്പും ഈ ശക്തിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങളാണ് 1, 9, 10, 14, 19, 21, അങ്ങനെ 5 ശ്ലോകങ്ങൾ. അപ്പൊ ഇവിടെ 6 പറഞ്ഞിരിക്കുന്നു. ഓരോ ചക്രത്തിൽ കുണ്ടലിനി ശക്തി എത്തിക്കഴിഞ്ഞാലുള്ള അനുഭവങ്ങൾ. മൊത്തം 11 ശ്ലോകങ്ങളാണ് 100 ശ്ലോകങ്ങളിൽ കുണ്ടലിനിയുമായി ബന്ധപ്പെട്ട ശ്ലോകങ്ങളായിട്ട് കാണുന്നത്. 36 ശ്ലോകത്തിൽ ആജ്ഞാചക്രം, 37 വിശുദ്ധി, 38 അനാഹതം, 39 സ്വാധിഷ്ഠാനം, 40 മണിപൂരകം, 41 മൂലാധാരം. ഇത് അവരോഹണ ക്രമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂലാധാരം, സ്വാധിഷ്ഠാനം, ഈ 2 ചക്രങ്ങൾ കൗളമത സമ്പ്രദായക്കാരാണ്. അവരാണ് ഈ 2 ചക്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ബാക്കി 4 ആധാര ചക്രങ്ങൾ സമയമതക്കാരാണ്, സമയാചാരികളാണ്. ഇവിടെ മൂലാധാരം, സ്വാധിഷ്ഠാനം പ്രാധാന്യം തമോ ഗുണ പ്രാധാന്യമാണ്, താമിശ്രം എന്നാണ് പറയുന്നത്. 9-ാം ശ്ലോകം മഹീം മൂലാധാരേ, അത് പൃഥ്വി തത്വം. മണിപൂരകം അപ്പ്, പഞ്ചഭൂതത്തില് ജലമായി ബന്ധപ്പെട്ടത്. സ്വാധിഷ്ഠാനം തേജസ്, അനാഹതം വായു, വിശുദ്ധി ആകാശം, ആജ്ഞ മനസ്തത്വം. ശങ്കരാചാര്യര് പഞ്ചഭൂതങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത് കൊണ്ട്
മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്നല്ല പറഞ്ഞത്. മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം, ഇങ്ങനെയാണ് ശങ്കരാചാര്യരുടെ ആ ക്രമം. അത് പഞ്ചഭൂതാത്മകത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട്. 10ാമത്തെ ശ്ലോകം സുധാധാരാസാരേഹി, 3.5 ചുറ്റ് കുണ്ടലിനെ പറ്റി പറയുന്നു. 14 ക്ഷിതൗ ഷഡ്പഞ്ചാശത്, ഓരോ ചക്രത്തിലും കിരണസംഖ്യ പറയുന്നു, രശ്മികൾ എത്ര വീതമെന്ന് പറയുന്നു. 19 മുഖം ബിന്ദും, ത്രൈലോക്യസുന്ദരിയെ ഭ്രമിപ്പിക്കുന്ന കാമകലാ രഹസ്യം ഉൾക്കൊണ്ട ശ്ലോകമാണ്. 21 തടിൽ ലേഖാ തന്നെയും, സാധകൻ പരമാനന്ദ ലഹരി, പരമാഹ്ലാദ ലഹരി ആസ്വദിക്കുന്ന ശ്ലോകം. ഏറ്റവും പ്രധാനപ്പെട്ടത് അനാഹത പത്മത്തിലാണ് എന്ന് ചിലർ പറയുന്നു. അവിടെ യോഗധാരാവലി എന്ന ഗ്രന്ഥത്തില് സരേജപൂരൈർ അനിലസ്യ കുംഭൈഹി സർവാസു നാഡീഷു വിശോധിതാസു അനാഹതാഖ്യോ ബഹുഭിപ്രകാരൈഹി അന്തഃപ്രവർത്തേത സദാനിനാദ. കുണ്ടലിനി ശക്തിയെ ഉണർത്തുന്ന സമയത്ത് ശബ്ദം, നാദം കേൾക്കുന്നു. ആ നാദത്തെ പറ്റി പറഞ്ഞു. പ്രാണേ സുഷുമ്നാം സംപ്രാപ്തേ നാദോ അന്തഃശ്രൂയത്തെ അഷ്ടഥ, 8 തരത്തിലുള്ള ശബ്ദം. ഖണ്ഡ ദുന്ദുഭി ശംഖാബ്ധി വീണ വേണ്വാദി താളവത്, മണിയടിക്കുന്ന ശബ്ദം. ദുന്ദുഭി പെരുമ്പറ ശബ്ദം, ശംഖ് ഊതുന്ന ശബ്ദം, കടലി ഇരമ്പുന്ന ശബ്ദം, വീണാവാദന ശബ്ദം, വേണു വായിക്കുന്ന ഓടക്കുഴൽ ശബ്ദം. ഇങ്ങനെയുള്ള ശബ്ദം കേട്ടുകൊണ്ടാണ് ഈ സാധകന്മാര് ആനന്ദലഹരി ആസ്വദിക്കുന്നത്. ഇവിടെ കളകള ശബ്ദമാണ് അനാഹത പത്മത്തിൽ. ആ കളകള ശബ്ദം എന്ന് പറയുന്നത് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന ശബ്ദമല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അരയന്നത്തിന്റെ ഛായയുള്ള 2 പക്ഷികളാണ് താറാവ്. താറാവുകൾ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം ഉണ്ടാവും. ഈ ശബ്ദം ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന ശബ്ദമാണ്, മനുഷ്യർക്ക് ബാഹ്യമായിരിക്കുന്ന ഉപകരണം. ഈ സാധകന്മാര് ശബ്ദം കേൾക്കുന്നത് അരയന്നങ്ങളുടെ ശബ്ദമാണ്. അത് സുന്ദരമായ മധുര ശബ്ദമാണ്. അത് കേൾക്കുന്നത് ഈ ചെവിയിൽ കൂടി അല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. അനാഹത പത്മത്തെ പറ്റി ഷഡ്ചക്ര നിരൂപണം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ശബ്ദ ബ്രഹ്മമയ ശബ്ദവും അനാഹത തത്ര ദൃശ്യതേ അനാഹതാഖ്യം പത്മം തത് മുനിഭി പരികീർത്തിതം. മഹർഷിമാരാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അവർ കണ്ട കാഴ്ചകളാണ് അവർ എഴുതിയത്. ഇത് ചെവിയിൽ കൂടി കേൾക്കുന്നതല്ല. മഹർഷിമാർ എല്ലാ വിദ്യകളും ഇപ്രകാരം മനസ്സിലാക്കിയതാണ്. അത് ആ ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. കാദ്യർ ദ്വാദശ വർണ്ണകൈരുപഹിതം കാഖ ഗാഖാങ്ങ ചാച്ച ജാച്ചാഞ്ഞ ടാഠ, 12 അക്ഷരങ്ങൾ ഉള്ള ചക്രമാണ് അനാഹത ചക്രം. ഇവിടെ കുണ്ടലിനി ശക്തിയെ ഉണർത്തി മഹർഷിമാര് ഇരിക്കുന്ന സമയത്ത് അവർക്ക് പല കാര്യങ്ങളും അവരുടെ മസ്തകത്തിലേക്ക് കയറ്റാൻ പറ്റി. അത് ചിലര് അത് റെക്കോർഡ് ചെയ്തു, ചിലരത് ഷൂട്ട് ചെയ്തു, ചിലരത് എഡിറ്റ് ചെയ്തു. അവരുടെ ആ മസ്തകത്തിലേക്ക് അവർ എല്ലാം എഡിറ്റ് ചെയ്തു, കളക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം അവരുടെ മസ്തകത്തിൽ നിന്ന് അവർ നമുക്ക് പുസ്തക രൂപത്തിൽ എഴുതി തന്നിരിക്കുകയാണ്. ഇത് ഏതൊരു സാധകനും ഇങ്ങനെ മഹർഷിമാരാകാൻ സാധിക്കും. അവന്റെ ശക്തിയെ അനാഹത പത്മത്തിൽ, ആ പത്മത്തിൽ സ്ഥിതി ചെയ്യിപ്പിക്കുക. വിശ്രമിപ്പിക്കുന്ന സമയത്ത് അവർ ചിന്തിക്കുകയാണ്, സൂര്യനിൽ നിന്നും ചന്ദ്രനിലേക്ക് എത്ര ദൂരമാണുള്ളത്, ഈ ഗ്രഹങ്ങളുടെ ആ ചലനത്തിന്റെ വെലോസിറ്റി എത്രയാണ്, എന്തുമാത്രം വ്യാപ്തമാണ് ഓരോ ഗ്രഹത്തിനും ഉള്ളത്. ഇതെന്താണോ അവർ ചിന്തിക്കുന്നത് അത് മുഴുവനും അപ്പം തന്നെ അവർക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ശുദ്ധജ്ഞാനം ഉപാസകന് കിട്ടുന്ന ഒരു വലിയ, ഇത് ഈ ഭാരതത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു സമ്പ്രദായമുള്ളൂ. വേറെ ഒരു രാജ്യത്തിലും വേറൊരു ഭാഷകളിലോ വേറൊരു സാഹിത്യത്തിലോ ഇങ്ങനെ ഒരു സമ്പ്രദായം കിട്ടുന്നില്ല. ഇത് ഭാരതത്തിന്റെ ആർഷഭാരത പാരമ്പര്യത്തിന്റെ അടിസ്ഥാനമായ മൂലമായി വർത്തിക്കുന്ന ഒരു ശക്തി വിശേഷമാകുന്നു. ആ കുണ്ടലിനി ശക്തിയെ 41 ശ്ലോകങ്ങളിൽ കൂടി ഉണർത്തി കഴിഞ്ഞിരിക്കുന്നു. 42ാമത്തെ ശ്ലോകം ദേവിയുടെ കേശാദിപാത വർണ്ണന. ദേവിയുടെ അവയവങ്ങളെ മുഴുവനും ശങ്കരാചാര്യര് ആ ബാഹ്യചക്ഷസ് കൊണ്ടല്ല കണ്ടത്, അകക്കണ്ണുകൊണ്ട് കണ്ട സൗന്ദര്യം മുഴുവനും 42ാമത്തെ ശ്ലോകത്തിൽ കൂടി നമ്മൾ കാണാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുന്നു. ഇനി നവരാത്രി വളരെ വിശേഷത്തോടുകൂടി വ്രതത്തോടുകൂടി ശബരിമലയിൽ പോകുന്ന സമയത്ത് എങ്ങനെയാണോ വ്രതം ആചരിക്കുന്നത് അതുപോലെ വ്രതത്തോടുകൂടി സസ്യാഹാരികളായി എല്ലാവരും ആചരിക്കുക. ഈ വർഷം തന്നെ ഇതിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ ജയ ശിവദയിതേ
हरिहरविरिञ्चनुतचरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते सहस्रारकमले सततं विहररहसि धन्ये शिवाकारनिजमञ्च विलसिते चिदानन्दमुदिते शरण्ये चिदानन्दमुदिते भवानि मयि दासे दृष्टिं वितरते सकरुणां निजसायुज्यपदैकवितरणां निखिलदुःखतरणाम् ऐहिकनिखिलदुःखतरणाम् भवतु मे विलसितं सपर्याविरचनं तव शिवे समकरनिपातहिमकरसमानदृशा स्नपय कृपया मामपि दृशा स्नपय कृपया अनेन धन्यमिमं मन्ये धरणिधरसुकन्ये तव स्तन्यमधुरास्वादनसुखनिरस्तान्यविषयं कुरु मां निरस्तान्यविषयम् त्वदीयमपि वचनं गदतो मदीयमिव वचनं स्वकीयसलिलैः सागरतर्पणसमं जननि विदितं सकलं समं जननि विदितम् जय जय शिवदयिते हरिहरविरिञ्चनुतचरिते कारय मां कृतपुण्यं तव गुणगानरतं महिते तव गुणगानरतं महिते।